മുതിർന്ന മാധ്യമപ്രവർത്തകൻ എ സജീവനിലേക്ക് പോവുകയാണ്. ശ്രീ സജീവൻ, ഇപ്പോൾ ഒട്ടേറെ രാഷ്ട്രീയ പ്രതികരണങ്ങൾ വന്നുകൊണ്ടിരിക്കുന്ന സമയമാണ്. നോക്കൂ, ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറഞ്ഞ വാക്കുകൾ BJPക്ക് നേട്ടമുണ്ടായതിന്റെ പ്രധാന കാരണം CPM കളിച്ച ഭൂരിപക്ഷ പ്രീണനം ആണെന്നാണ്. പക്ഷേ നോക്കൂ, ഈ വി ഡി സതീശൻ ജമാഅത്തെ ഇസ്ലാമിയോട് എടുത്ത ഒരു നിലപാടുണ്ട്. അവരുടെ പഴയ മതരാഷ്ട്രവാദത്തിൽ നിന്നൊക്കെ, അവരുടെ രാഷ്ട്രീയത്തിൽ നിന്നും കുറേ പുറകിലോട്ട് പോയി എന്നൊക്കെ വി ഡി സതീശൻ അവകാശപ്പെടുന്നു. SDPIയുടെ അടക്കം പിന്തുണ പരസ്യമായി സ്വീകരിക്കുന്ന നിലപാട് UDF എടുക്കുന്ന സാഹചര്യം നമ്മൾ കണ്ടു. മുസ്ലിം ലീഗും ജമാഅത്തെ ഇസ്ലാമിയും തമ്മിൽ യാതൊരു വിധത്തിലുള്ള അഭിപ്രായ വ്യത്യാസവും നമ്മൾ ഈ ഘട്ടത്തിലൊന്നും കാണുന്നില്ല. ഇപ്പുറത്ത് നോക്കുകയാണെങ്കിൽ LDF നിരോധിത സംഘടനയായ പോപ്പുലർ ഫ്രണ്ട്, അതിൻ്റെ രാഷ്ട്രീയ രൂപം, അതിനെയൊക്കെ വളരെ കൃത്യമായി അവരുടെ വോട്ട് ബാങ്കായി ഉപയോഗപ്പെടുത്തുന്ന സ്ഥിതി. ചുരുക്കി പറഞ്ഞാൽ ഇടത് വലത് മുന്നണികൾ വളരെ കൃത്യമായ പ്രീണനം ഈ ന്യൂനപക്ഷ വിഭാഗങ്ങളോട് നടത്തി, ആ സംഘടനകളോട് നടത്തി. അതിൻ്റെയൊക്കെ ചില ഗുണങ്ങൾ UDFന് ലഭിച്ചിട്ടുണ്ടാകാം. UDFിൻ്റെ ഒരു വലിയ വിജയത്തിൻ്റെയൊക്കെ അടിസ്ഥാനം ഒരുപക്ഷെ ഇത്തരത്തിൽ ഒരു ലിങ്കാകാം. മാത്രവുമല്ല, BJPയെ സർവ്വവിധേനയും തടഞ്ഞു നിർത്തേണ്ടത് ജമാഅത്തെ ഇസ്ലാമിയെ പോലുള്ള വർഗീയ സംഘടനകളുടെ കൃത്യമായ നിലപാട് തന്നെയാണ്. അത്തരത്തിലുള്ളൊരു പോളറൈസേഷൻ കൂടി നമ്മൾ ഈ ഘട്ടത്തിൽ പറഞ്ഞു പോകേണ്ടതല്ലേ ശ്രീ സജീവൻ? തീർച്ചയായിട്ടും ഈ ജമാഅത്തെ ഇസ്ലാമി ബന്ധം, അതിനെ LDF പ്രതിരോധിച്ച രീതിയാണ് സത്യത്തിൽ ആ വോട്ടുകൾ മുഴുവൻ, മുസ്ലിം വോട്ടുകൾ മുഴുവൻ കൃത്യമായിട്ടും UDFിലേക്ക് പോകുന്നതിന് കാരണമായത്. കാരണം നേരത്തെ തന്നെ LDFുമായിട്ട് നല്ല ബന്ധമുണ്ടായിരുന്നാണ് ജമാഅത്തെ ഇസ്ലാമി. അതില്ല, അങ്ങനെ ഞങ്ങൾ ഒരു തരത്തിൽ ബന്ധപ്പെട്ടിട്ടില്ല എന്ന് ആവർത്തിച്ച് പറയുമ്പോൾ ജമാഅത്തെ ഇസ്ലാമിയുടെ നേതാക്കന്മാർ പഴയ കാലത്തെ ഫോട്ടോകളും വാർത്തകളും ഒക്കെ ആയിട്ട് രംഗത്ത് വന്നു. അപ്പോ ഈ ജമാഅത്തെ ഇസ്ലാമി ഭയക്കേണ്ടതാണ്, ജമാഅത്തെ ഇസ്ലാമി തീവ്രവാദ സംഘടനയാണ് എന്നൊക്കെ പറഞ്ഞ് മറ്റ് മുസ്ലിം വോട്ടുകൾ അല്ലെങ്കിൽ ഹിന്ദു വോട്ടുകളും തങ്ങൾക്ക് അനുകൂലമാക്കി മാറ്റാനുള്ള LDFിന്റെ ശ്രമം, ആ LDFിന്റെ ശ്രമം പരാജയപ്പെട്ടു പോയത് അവർ തന്നെ നേരത്തെ ഉണ്ടാക്കിയ സഖ്യം. ജമാഅത്തെ ഇസ്ലാമിയുടെ നേതാക്കന്മാർ പറയുന്നു, ഞങ്ങൾ മുഖ്യമന്ത്രിയായിട്ട് ചർച്ച നടത്തിയിട്ടുണ്ട്. അപ്പൊ മുഖ്യമന്ത്രി പറയുന്നു, ഞങ്ങളെ വന്ന് കണ്ടതാണ്, ഞങ്ങൾ തീവ്രവാദം ഉപേക്ഷിക്കണം എന്ന് അവരോട് പറഞ്ഞു. അങ്ങനെ ഇല്ലല്ലോ, അതിനല്ലല്ലോ ചർച്ച നടക്കുക. അപ്പൊ സ്വാഭാവികമായിട്ടൊരു തെരഞ്ഞെടുപ്പ് കാലത്ത് ആ രീതിയിലുള്ള ബന്ധമൊക്കെ ഉണ്ടായിരുന്നു എന്നതിന്റെ കാര്യം കൂടി വന്നു. അപ്പോൾ ഈ രണ്ട് മുന്നണികളും ജമാഅത്തെ ഇസ്ലാമിയെ പോലെയുള്ള SDPI പോലെയുള്ള സംഘടനകളുമായിട്ട് ഒരേപോലെ ഒരു കാലത്ത് ബന്ധം ഉണ്ടാക്കിയിരുന്നു. ഇപ്പോ LDF തള്ളി പറയുന്നു. ഇപ്പോഴത്തെ നേരത്തെ തള്ളി പറഞ്ഞിട്ട് ഇപ്പോ ബന്ധം ഉണ്ടാക്കുന്ന UDF. ഈ കാര്യങ്ങളൊക്കെ ജനങ്ങളുടെ മുമ്പാകെ എത്തുമ്പോൾ ഈ രണ്ടു പേരും ചെയ്തിട്ടുള്ള ഒരേ കാര്യമാണ് എന്ന ഒരു ബോധ്യം ഈ ജനങ്ങൾക്കിടയിൽ ഉണ്ടാകുന്നു. രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ സർക്കാർ ചെയ്തുകൊണ്ടിരിക്കുന്ന പല പ്രശ്നങ്ങളും, പ്രത്യേകിച്ച് സ്വർണ്ണപ്പാളി പ്രശ്നം പോലുള്ളത്, അത് സത്യത്തിൽ NDAക്കും UDFനും അനുകൂലമായിട്ട് കുറെ കിട്ടിയിട്ടുണ്ട്. അവിടെ അത് സർക്കാരിന്റെ പരാജയം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ LDFിന്റെ പരാജയം എന്ന് പറയുന്നത്, അങ്ങനെ സ്വർണ്ണപ്പാളി പ്രശ്നവുമായിട്ട് രംഗത്ത് വരുമ്പോൾ അതിൽപ്പെട്ട തങ്ങളുടെ ആളുകൾ ജയിലിലായിട്ട് പോലും നടപടി എടുത്തില്ല. അപ്പൊ അതിന്റെ അർത്ഥം പിന്തുണ കൊടുക്കുന്നു എന്നുള്ളതാണെന്നുള്ള ജനം സ്വാഭാവികമായിട്ടും വിശ്വസിക്കും. അതേപോലെയാണ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ കാര്യം. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഈ ശക്തമായി പറയുമ്പോൾ അത് അവിടെ ഇത്തരത്തിൽ മുഖ്യമന്ത്രി തന്നെ ഉപയോഗിച്ച വാക്ക് വെച്ചുകൊണ്ടാണെങ്കിൽ ബലാത്സംഗ വീരന്മാരെന്നും ഈ മറ്റു സ്ത്രീ ലംബടന്മാരെന്നൊക്കെ ആണല്ലോ അദ്ദേഹം ഉപയോഗിച്ച ആ രീതി പറയുമ്പോൾ ഇതേപോലെയുള്ള പ്രശ്നങ്ങളിൽ ബന്ധപ്പെട്ടിട്ടുള്ള ജനപ്രതിനിധികളും മറ്റും തങ്ങളോടൊപ്പം ഉണ്ട് എന്നും തങ്ങൾ അവർക്കൊരു നടപടി എടുത്തിട്ടില്ല എന്നുള്ളതും ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ കഴിയാത്തൊരവസ്ഥ വരും. ഇത്തരം കുറെ കാര്യങ്ങൾ സ്വയം പ്രധാനത്വം ആണ് ഈ LDFന് ഉണ്ടായിട്ടുള്ളത്. അത് കുറെ നല്ല നേട്ടമുണ്ടാക്കാൻ ഈ UDFന് കഴിഞ്ഞു. UDFിന്റെ പ്രവർത്തനത്തിന്റെ മികവ് കൊണ്ടല്ല, അവർക്ക് ഈ ഭരണവിരുദ്ധ വികാരത്തിന്റെ ഇത്തരം പ്രശ്നങ്ങളിലെ ജനങ്ങളുടെ പ്രതികരണത്തിന്റെ ഒരു നേട്ടമുണ്ടാക്കാൻ കഴിഞ്ഞു. അതേ ഈ സ്വർണ്ണപ്പാളി പ്രശ്നം ഉൾപ്പെടെ. അപ്പൊ ഇത്തരം കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത് കൊണ്ട് മാത്രം UDFന് ഇനി അങ്ങോട്ടേക്ക് മേൽക്കൈയാണെന്ന് നമ്മൾ വിചാരിച്ചിട്ട് കാര്യമില്ല. ഇനി അങ്ങോട്ടേക്ക് പോകുമ്പോൾ ജനങ്ങളുടെ ഇപ്പോൾ കിട്ടിയിട്ടുള്ള ഈ അവകാശ അധികാരങ്ങളെല്ലാം അത് എങ്ങനെ തങ്ങൾ പ്രാവർത്തികമാക്കുന്നു എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. അങ്ങനെ ആകുമ്പോഴാണ് മൂന്ന് മുന്നണികളെ സംബന്ധിച്ചിടത്തോളം അതാണ് ഇനിയുള്ളത്. കാരണം നേട്ടം ഇപ്പോൾ ഉണ്ടാക്കിയിട്ട് നിയമസഭയിലേക്ക് പോകുന്ന ഇനിയും മാസങ്ങളുണ്ട്. ആ മാസങ്ങൾക്കിടയിൽ അത് ജനങ്ങളെ ബോധ്യപ്പെടുത്തുന്ന രൂപത്തിലുള്ള തദ്ദേശ ഭരണം കാഴ്ചവെക്കാൻ കഴിഞ്ഞാൽ
ജനപ്രതിനിധികൾ നിസ്വാർത്ഥമായിട്ട് പ്രവർത്തിക്കുന്നവരാണ് എന്ന് ബോധ്യപ്പെടുത്താൻ കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ആ ജനങ്ങൾ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അങ്ങനെ ബോധ്യപ്പെടുത്തുന്ന മുന്നണികളെയും അവരുടെ സ്ഥാനാർത്ഥികളെയും സർവാത്മന സ്വീകരിക്കും എന്ന കാര്യത്തിലൊരു സംശയമില്ല.